നമസ്കാരം എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നവ്യ നായർ ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്കാണ് ചെയ്യുന്നത്. ഇത് നല്ലൊരു വെയറബിൾ ആയിട്ടുള്ള ഒരു മേക്കപ്പാണ്. നല്ല ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്കാണ്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം. ആദ്യമായിട്ട് ഫേസ് മോയ്സ്ചറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പോൺസിൻ്റെ സൂപ്പർ ലൈറ്റ് ജെൽ മോയ്സ്ചറൈസറാണ് ഉപയോഗിക്കുന്നത്. ഇതിനെക്കുറിച്ചിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ ഞാനൊരു കംപ്ലീറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ആ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അപ്പോൾ ആർക്കെങ്കിലും ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊന്ന് ചെക്ക് ചെയ്തോളൂ കേട്ടോ. അത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ഫേസിൽ. നിങ്ങൾ ഏത് മേക്കപ്പ് ചെയ്യുന്നതിന് മുമ്പേയും നന്നായിട്ട് ഫേസ് മോയ്സ്ചറൈസ് ചെയ്ത് പ്രെപ്പ് ചെയ്തിരിക്കണം. അടുത്തത് പ്രൈമറായിട്ട് ഞാൻ ഇൻസൈറ്റിൻ്റെ 3-in-1 പ്രൈമറാണ് ഉപയോഗിക്കുന്നത്. ഇത് ഓയിൽ ഫ്രീ പ്രൈമറാണ്, സിലിക്കോൺ ബേസ്ഡ് പ്രൈമറാണ്. അതുകൊണ്ട് ആർക്കെങ്കിലും ഭയങ്കര ലാർജായിട്ട് പോഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ പ്രൈമറാണ് ഉപയോഗിക്കേണ്ടത്. ഇത് നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്രൈമറാണ്. 220 രൂപയേ ഉള്ളൂ. അടുത്തതായിട്ട് ഞാൻ കളർ കറക്ഷൻ ചെയ്യുകയാണ്. ഇത് LA Girl Pro Concealൻ്റെ ഓറഞ്ച് ഷെയ്ഡിലുള്ള കളർ കറക്റ്ററാണ്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് അല്ല. എൻ്റെ കണ്ണിൻ്റെ താഴെയായിട്ട് കുറച്ച് ഡാർക്ക് സർക്കിളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഹൈഡ് ചെയ്യാനും ബേസ് നല്ല ഫ്ലോലെസ് ആയിട്ട് കിട്ടാനും വേണ്ടിയിട്ടാണ് കളർ കറക്ഷൻ ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി, ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം. അത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. അത് കാണാൻ പാടില്ല. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം അതിന് മേലെയായിട്ട് നമുക്ക് ഒരു നോർമൽ കൺസീലർ അപ്ലൈ ചെയ്യാം. ഇതും LA Girl Pro Concealൻ്റെ കൺസീലറാണ്. ഷെയ്ഡ് പ്യുവർ ബേജ് ആണ്. എൻ്റെ ഫൗണ്ടേഷൻ ഒരു ഫുൾ കവറേജ് ഫൗണ്ടേഷൻ അല്ല, അതുകൊണ്ടാണ് ഞാനൊരു കൺസീലർ ആദ്യം അപ്ലൈ ചെയ്യുന്നത്. ഫുൾ കവറേജ് ഫൗണ്ടേഷൻ ആണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൺസീലറിൻ്റെ ആവശ്യമില്ല. ഈ കളർ കറക്റ്റിൻ്റെ മേലെയായിട്ട് ആ ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് നന്നായിട്ട് ഒരു സ്പോഞ്ച് വെച്ചിട്ട് ഇതേപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ബ്രഷ് ഉപയോഗിക്കാണ്ടിരിക്കുന്നതാണ് നല്ലത്. ബ്രഷ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ഓറഞ്ച് കളറും കൺസീലറും ആയിട്ട് മിക്സ് ആയിട്ട് എല്ലാം ഒരു ഓറഞ്ച് ഷെയ്ഡായി പോവും. അതുകൊണ്ട് ഒരു ബ്ലെൻഡർ വെച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നതാണ് കുറച്ചും കൂടി നന്നാവുക. ഫൗണ്ടേഷനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ഫിറ്റ്മീൻ്റെ ഫൗണ്ടേഷനാണ്. ഇത് ഷെയ്ഡ് 310 ആണ് എൻ്റെത്. അതും ഒരു സ്പോഞ്ച് വെച്ചിട്ട് ഇതേപോലെ തന്നെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്, എന്നാലും റിപ്പീറ്റ് ചെയ്യാണ്. ആദ്യമായിട്ട് ആരെയും കാണുന്നവരുണ്ടെങ്കിൽ അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ട്. നമ്മൾ ഒരു ഫൗണ്ടേഷൻ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും സ്കിന്നിനോട് മാച്ച് ആയിട്ടുള്ള ഷെയ്ഡ് തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കണം. നമ്മൾ ലൈറ്റ് കളർ ഫൗണ്ടേഷൻ ഉപയോഗിക്കുമ്പോഴാണ് മേക്കപ്പ് ഭയങ്കരമായിട്ട് ചെയ്ത പോലെ എടുത്ത് നിൽക്കുക, പൊട്ടിയടിച്ച പോലെ തോന്നുക. അതിൻ്റെയൊക്കെ കാരണം നമ്മൾ ലൈറ്റ് ഷെയ്ഡ് ഫൗണ്ടേഷൻ ഉപയോഗിക്കുമ്പോഴാണ്. ഒരു ഷെയ്ഡ് ഡാർക്ക് ആയാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഒരിക്കലും ലൈറ്റ് കളർ ഫൗണ്ടേഷൻ ഉപയോഗിക്കാണ്ടിരിക്കുക. അപ്പോൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു. ഇനി ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഫിറ്റ്മീൻ്റെ കോമ്പാക്ട് പൗഡറാണ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഷെയ്ഡ് ലൈറ്റ് ബേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണിത്. ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കോമ്പാക്ട് പൗഡറാണിത്. പ്രൈസും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നല്ലൊരു കോമ്പാക്റ്റാണ്. ഞാനിത് ആദ്യമായിട്ടാണ് ഉപയോഗിക്കുന്നത്. എനിക്കിഷ്ടമായി. വല്ലാണ്ട് നമ്മൾ വെളുത്ത് കിടക്കുന്ന പോലെ അങ്ങനെ കളർ ചേഞ്ച് ചെയ്യുന്നൊന്നുമില്ല. നല്ലൊരു കോമ്പാക്ട് പൗഡറാണ്. അടുത്തതായിട്ട് ഞാൻ ഐബ്രോസ് ഫില്ല് ചെയ്യാണ്. ഐബ്രോസ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഐബ്രോ പൗഡർ ഉപയോഗിച്ചിട്ടാണ് ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. ജസ്റ്റ് ആ ഷേപ്പിനെ ഫോളോ ചെയ്തിട്ട് എവിടെയെങ്കിലും ഗ്യാപ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ ഫില്ല് ചെയ്തിട്ട് ജസ്റ്റ് ഫില്ല് ചെയ്ത് കൊടുക്കണം, അത്രയേ ഉള്ളൂ. ഫില്ല് ചെയ്തതിന് ശേഷം ഇങ്ങനത്തെ ഒരു സ്പൂളിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് നിങ്ങൾ കോംബ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇട്ട പ്രോഡക്റ്റ് എല്ലാ ഭാഗത്തും ഈവൻ ഔട്ട് ആവും. എല്ലാ ഭാഗത്തും നന്നായിട്ട് സ്പ്രെഡായിട്ട് ഒരു നാച്ചുറൽ ലുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത്. അടുത്തത് ഞാൻ ഐഷാഡോ മേക്കപ്പിന് വേണ്ടിയിട്ട് ഈ നിക്കാക്കേൻ്റെ ഈ ഒരു ഷുഗർ പ്ലം എന്ന് പറഞ്ഞൊരു പാലറ്റാണിത്. അതിനകത്ത് ഈ പിങ്ക് ഷെയ്ഡ് എടുത്തിട്ട് അത് ട്രാൻസിഷൻ ഷെയ്ഡായിട്ട് കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഐ മേക്കപ്പാണ് കേട്ടോ അത് അതിനകത്ത് ചെയ്തിരിക്കുന്നത്. അതിനോണ്ട് തന്നെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഈ ട്രാൻസിഷൻ ഷെയ്ഡ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ ഒരു പിങ്ക് ഷെയ്ഡ് ഐലിഡിൽ കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അത്രയേ ഉള്ളൂ ഐ മേക്കപ്പ്. ഒരുപാട് കളേഴ്സൊന്നും ഉപയോഗിച്ചിട്ടില്ല. ആകെ കൂടി ആ ഒരു പിങ്ക് ഷെയ്ഡ് മാത്രമേ കാണുള്ളൂ. എന്നാലും ഞാനൊരു ട്രാൻസിഷൻ ഷെയ്ഡ് കൊടുത്തതെന്താ വെച്ചാൽ കുറച്ചും കൂടി ഭംഗിയായിട്ട് നിന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അത് വിരൽ വെച്ചിട്ട് തന്നെ ഐലിഡിൽ കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക. അതിനുശേഷം ഒരു ബ്രഷ് വെച്ചിട്ട് ഈ ട്രാൻസിഷൻ ഷെയ്ഡും ഈ ഷിമർ ഷെയ്ഡും രണ്ടും കൂടി നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക.
അതിനകത്ത് ഐലൈനർ ഉള്ളതായിട്ട് കാണുന്നില്ല. ഒരു കാജൽ പെൻസിൽ വെച്ചിട്ട് വരച്ചിട്ട് സ്മഡ്ജ് ചെയ്ത് കൊടുത്ത പോലെയാണ് ഐ മേക്കപ്പ് ഉള്ളത്. അപ്പോൾ ഞാൻ ഈ മെബലിൻ്റെ കാജൽ പെൻസിൽ കൊണ്ട് ഫസ്റ്റ് ഒന്ന് ലൈനർ പോലെ വരച്ചിട്ട് ഒരു ബ്രഷ് വെച്ചിട്ട് അതൊന്ന് സ്മഡ്ജ് ചെയ്ത് ഒരു സ്മോക്കി പോലെ കൊടുക്കുകയാണ്. വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ XXL ലാഷ് എന്ന് പറഞ്ഞ മസ്കാരയാണ് ഉപയോഗിക്കുന്നത്. ഇതൊരു എവറിഡേ കൈൻഡ് ഓഫ് ഒരു മസ്കാരയാണ് കേട്ടോ. നിങ്ങൾക്ക് ഡെയിലി യൂസിന് പറ്റിയൊരു മസ്കാരയാണ്. ഇത് വാട്ടർ പ്രൂഫ് അല്ല, ഭയങ്കര മൈൽഡായിട്ടുള്ളൊരു മസ്കാരയാണ്. കണ്ണിൻ്റെ താഴെ ഭാഗത്തായിട്ട് കാജലൊന്നുമില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ഒരു ബ്രൗൺ ഷെയ്ഡ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുകയാണ്, ചെറുതായിട്ടൊരു സ്മോക്കി എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഈ ഒരു മോവി ഷെയ്ഡ് എടുത്തിട്ട് നന്നായിട്ട് കണ്ണിൻ്റെ താഴെ ഭാഗത്തായിട്ട് ബ്രഷ് വെച്ചിട്ടൊന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുകയാണ്. ആ ഫോട്ടോവിനകത്തും ഇതേപോലത്തെ ഒരു മോവി ഷെയ്ഡ് ആയിട്ട് കാണുന്നുണ്ട് കണ്ണിൻ്റെ അടിഭാഗത്തായിട്ട്. വേറെ കാജലൊന്നും കാണില്ല, വളരെ ലൈറ്റായിട്ട് ജസ്റ്റ് ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുത്ത പോലെയാണ് കാണുന്നത്. ബ്ലഷായിട്ട് ഞാൻ ഈ റെവല്യൂഷൻ പാലറ്റിൽ നിന്ന് ഈ ഒരു പീച്ച് ഷെയ്ഡാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ആ ഫോട്ടോയിൽ ബ്ലഷ് കുറച്ച് അധികം തന്നെ കാണുന്നുണ്ട് കേട്ടോ, പക്ഷെ അത്ര തന്നെ ഞാൻ ഇട്ടിട്ടില്ല, രണ്ടും കൂടി ക്ലാഷ് ആവണ്ടെന്ന് വിചാരിച്ചിട്ട്. കോണ്ടോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഷുഗറിൻ്റെ ഈ ഒരു കോണ്ടോർ പൗഡറാണ് ഉപയോഗിക്കുന്നത്. ഇതൊരു വളരെ മൈൽഡായിട്ടുള്ള ഒരു സട്ടിലായിട്ടുള്ള ഒരു കളറാണ്, വല്ലാത്ത ഡാർക്കായിട്ടുള്ള ഒരു കോണ്ടോർ പൗഡർ അല്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് കോണ്ടോർ ചെയ്ത് കൊടുക്കുകയാണ്. അതിലങ്ങനെ കോണ്ടോർ കാണുന്നില്ല, എന്നാലും ഒരു ഫേസിനൊരു ഷേപ്പും സ്ട്രക്ചറും കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളൊന്ന് ജസ്റ്റ് കോണ്ടോർ ചെയ്ത് കൊടുത്തത്. സ്വിസ് ബ്യൂട്ടിയുടെ ഈ ഒരു ഹൈലൈറ്ററാണ് ഉപയോഗിക്കുന്നത്. ഇതൊരു നല്ല ഹൈലൈറ്ററാണ്, നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. ലാക്മിയുടെ ഈ ലിപ്സ്റ്റിക്കാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ജസ്റ്റ് ഒന്ന് കൈ വെച്ചിട്ട് അപ്ലൈ ചെയ്യുന്നുള്ളൂ. ഇത് ഭയങ്കര ഡാർക്ക് ഷെയ്ഡാണ്, അപ്പോൾ അതിൻ്റെ അകത്ത് അത്ര ഡാർക്കല്ല. പിന്നെ അതിനകത്ത് കുറച്ചൊരു ഗ്ലോസി ഒരു ലിപ്സാണ് കാണുന്നത്. ഇത് സാറ്റിൻ ആണെങ്കിലും കൂടെ അത്ര ഒരു ഗ്ലോസി കിട്ടുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ മേലെ ലാക്മിയുടെ ലിപ് ഗ്ലോസ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. വാനില എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. അതേപോലെ തന്നെ ഗ്ലോസി ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മൾ ലുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതാണ് ഫൈനൽ ലുക്ക്.